അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. അന്നും ഹാപ്പി ആയിരുന്നു. ഇന്നും വളരെ സന്തോഷത്തോടെ വേറെ എന്തായാലും സംഭവിച്ചു, കുറ്റമേറ്റു, ഇത്രയുമായി വളരെ സന്തോഷത്തോടെയാണ് ഇന്നും പോയത്. വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. നമുക്ക് മാനസികമായി കൂടി മനഃശാസ്ത്രം കൂടി ഉണ്ടല്ലോ, അത്രയും വളരെ ഹാർഡായിട്ടുള്ള ഒരു മനോനിലയുള്ള ആളെന്ന് വേണം മനസ്സിലാക്കാൻ. അതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ പിടിച്ചു നിൽക്കുന്നതായിരിക്കാം. എന്തായാലും അന്നും ഇതേപോലെ തന്നെ ഇത് വളരെ സന്തോഷത്തോടെയാണ് കണ്ടത്. ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു. അന്ന് വളരെ എന്ത് ചോദിച്ചാലും അതിനെല്ലാം മറുപടി ഉണ്ടായിരുന്നു. ഇന്നും വേറെ അത്രത്തോളം ആത്മധൈര്യം ഉള്ള ഒരിതാണ്, അതായത് കരുതിക്കൂട്ടി ചെയ്തത് എന്ന് തന്നെയാണ് പറയുന്നത്. വ്യക്തിപരമായി സമ്മർദ്ദത്തിലൂടെ പോയിരുന്നു ഇതിന്റെ അന്വേഷണത്തെ ഘട്ടത്തിൽ. ഇത് എന്താവും, ഇത് കുറെ പ്രശ്നങ്ങളുണ്ട്, സാക്ഷികളുടെ അഭാവമുണ്ട്, കുറേയധികം തെളിവുകൾ കണ്ടെത്തേണ്ട വെല്ലുവിളി, ചോദ്യം ചെയ്യൽ, ഇതിന് നമ്മുടെ ഒരു ജോലിയുടെ ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ, അതൊക്കെ നേരിട്ടിരുന്നു. തീർച്ചയായും വളരെ ബുദ്ധിമുട്ടി. 2022 ഞാൻ പറഞ്ഞില്ലേ, 2022 തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങളെ എല്ലാത്തിനും സഹായിച്ചത് ഷാജഹാൻ സാറായിരുന്നു, ഇൻവെസ്റ്റിഗേഷന്റെ മെയിൻ കണ്ണി. പിന്നെ ജോൺസൺ സാറ് നേതൃത്വം നൽകി. അന്നുണ്ടായിരുന്ന എല്ലാവരും ഒരു ടീമിന്റെ വളരെ നല്ലൊരു വർക്കാണ് ഇവിടെ കണ്ടത്.